മഴത്തൂരും മുംബൈയിൽ പൊട്ടിക്കരഞ്ഞ അലീനയെ ആശ്വസിപ്പിച്ച് എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴത്തൂരും മുംബൈയിൽ എൽസമ്മയുടെ വരവിനോടൊപ്പം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് പറഞ്ഞാൽ നല്ല മുഹൂർത്തങ്ങളും കൂടി കാണാൻ കഴിയുന്നുണ്ട്. അതായത് റീത്തയുടെ കള്ളത്തരങ്ങൾ പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ അലീനയും എൽസമ്മയും ഒന്നാവുന്നതോടൊപ്പം തന്നെ പല ചതികളും നമ്മുടെ റീത്ത നമ്മുടെ എൽസമ്മയോടും മക്കളോടും ചെയ്തത് പുറത്തേക്ക് വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ അലീനയെ റീത്തയുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കുന്ന എൽസമ്മയുടെ ചിത്രം വരുന്നതൊക്കെ നമുക്ക് വഴിയെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ ഒരു ചെറിയ കഥയേ ഉണ്ടാകുന്നുള്ളൂ. അതായത് പരമാവധി എല്ലാം അലീനയെ ഏൽപ്പിക്കാനായിട്ടും നിന്നെ ഞാൻ ഏൽപ്പിക്കാം, അതിനു മുമ്പ് എനിക്ക് നിന്നെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാനുണ്ടെന്നും അതുകൊണ്ട് തൽക്കാലം നീ തോൽവി സമ്മതിച്ച് ഭക്ഷണം കഴിക്കണമെന്നും നമ്മുടെ സ്റ്റാൻലി അലീനയോട് പറയുമ്പോൾ, എത്ര തവണയാണ് ഞാൻ ഈ തോക്കുന്നത്, ഇനിയും തോൽക്കണോ? തോറ്റു തരാം, പപ്പയ്ക്ക് വേണ്ടി അവസാനമായിട്ടുള്ള തോൽവിയാണ് ഇത് എന്ന് അലീന ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ മതി എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. എവിടേക്ക്? നമ്മുടെ ഊണുമേശയ്ക്കരികിലേക്ക് ചെന്നതിന് ശേഷം അലീനയെ ഭക്ഷണം ഊട്ടിക്കുകയാണ് എന്ന് കാണാം. അങ്ങനെ അലീനയുടെ മനസ്സിൽ ചെറിയൊരു സ്വാന്തനമേകാനായിട്ട്, അലീനയുടെ മനസ്സിൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ പോലെ തന്നെ ഒരു സ്ഥാനം നേടിയെടുക്കാനായിട്ട് സ്റ്റാൻലി ശ്രമിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അത് എത്രമാത്രം വിജയിക്കുന്നു എന്നൊക്കെ കണ്ടു തന്നെ കാണാം. എന്തായാലും അലീനയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ തന്നെ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അലീനയ്ക്ക് ഇങ്ങനെ വാരിക്കൊടുക്കുമ്പോൾ അലീന അങ്ങനെ അത് ആസ്വദിച്ച് സ്നേഹത്തോടെ കഴിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗലോസിനിട്ട് ഒരു കൊട്ട് തന്നെ സ്റ്റാലിൻ കൊടുക്കുകയാണ്. തൻ്റെ മകളെ അനുസരിക്കണമെന്ന് പൗലോസിനോട് അന്തിമ ശാസനമെന്ന രീതിയിൽ പൗലോസിൻ്റെ അടുത്ത് സ്റ്റാൻലി പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ അലീനയെ ഇങ്ങനെ അനുസരിക്കാനൊന്നും ഇഷ്ടമല്ലാത്തവനായതുകൊണ്ട് തന്നെ അലീനയുടെ കീഴിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റീത്തയോട് വിവരം അറിയിക്കുകയാണ്. റീത്തയോട് ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം, അതായത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ പൗലോസ് റീത്തയ്ക്ക് മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ റീത്ത ആ കഥകളെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് റീത്തയാണെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ പോയി ആ വഴി തന്നെ സ്റ്റാലിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ എൽസമ്മയെയും കൊണ്ട് വന്നെത്തുകയാണ്. റീത്ത വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ പൗലോസ് പറയുമ്പോൾ, അല്ലെങ്കിൽ കാര്യസ്ഥനായ നമ്മുടെ ആൻ്റപ്പൻ പറയുമ്പോൾ, അവളുടെ കൂടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നു. സാറിൻ്റെ ഭാര്യയുമുണ്ട് എന്ന് പറയുമ്പോൾ, എങ്കിൽ എൽസമ്മയെ മാത്രം കയറ്റി വിട്ടാൽ മതി, റീത്തയെ വിടേണ്ട ആവശ്യകതയൊന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെ മാത്രം കാണാനേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അത് കേട്ട ആൻ്റപ്പനാണെങ്കിൽ അത് അതേമാതിരി തന്നെ നമ്മുടെ എൽസമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ റീത്ത നോക്കി നിൽക്കെ പറയുമ്പോൾ, അതെന്താ സ്റ്റാലിൻ്റെ പുതിയ വല്ല തന്ത്രവുമാണോ എന്ന്
ചോദിക്കുകയാണ് നമ്മുടെ ആരെ റീത്ത എന്ന് കാണാം. എനിക്കറിയില്ല കേണൽ സാബ് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പറയാണ്, എന്തായാലും ഞാൻ പോയി റീത്ത ചേച്ചി പറഞ്ഞതെല്ലാം അതേപോലെ പറയാമെന്ന് പറയുമ്പോൾ നീ നല്ല രീതിയിൽ പറയണം എൽസമ്മേ, നീ ഒരു കണ്ണി പോലും വിട്ടുകൊടുക്കരുത്, പിന്നോട്ട് തിരിയരുത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എൽസമ്മയും സ്റ്റാൻലിയും സംസാരിക്കാൻ തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം എൽസമ്മയാണെങ്കിൽ സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ നാണം കെട്ട പ്രവൃത്തി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയാണ്, ഞാൻ ആരെയും നാണം കെടുത്തണമെന്ന ചിന്തയോടുകൂടി ചെയ്തതൊന്നുമല്ല എന്നും എൻ്റെ മകള് ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഇത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നും പറയുകയാണ്. നീ ആ റീത്തയുടെ വാക്ക് കേട്ട് എന്നെ വിട്ടുപോയത് കൊണ്ടല്ലേ എനിക്ക് നിന്നോട് പോലും ചോദിക്കാതെ അവളെ കൊണ്ടുവരേണ്ടി വന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ അനുവാദം ചോദിച്ചേനെ എൽസമ്മേ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ കൂടെ ആര് നിൽക്കാനാണ്? മുഴുക്കുടിയനായ നിങ്ങളെ ആര് നോക്കാനാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ മോള് എന്നെ വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും തന്നെയാണ് നോക്കുന്നത്. അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ സമയം സ്നേഹം അത് സ്വത്തിനു വേണ്ടിയുള്ള സ്നേഹമാണ് എന്ന് പറയുമ്പോൾ, സ്വത്തിനു വേണ്ടിയൊന്നുമല്ല, അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടം തന്നെയാണ് എന്ന് സ്റ്റാൻലി പറയുകയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നിൻ്റെ കൂടെയുള്ള റീത്തയാണ് കപട സ്നേഹം നിൻ്റെ അടുത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാലിൻ റീത്തയ്ക്ക് നൽകിയ പണത്തിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം വിശുദ്ധമായി തന്നെ നമ്മുടെ എൽസമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് അലീന എൽസമ്മയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. എനിക്ക് നിങ്ങളുടെ ജീവിതം കുളം തോണ്ടണമെന്നോ കുട്ടിച്ചോറാക്കണമെന്നോ നിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യണമെന്നോ യാതൊരു ആഗ്രഹവുമില്ല. അനാഥയായ എനിക്ക് പപ്പയുണ്ടെന്നറിഞ്ഞപ്പോൾ പപ്പയുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അത് കേട്ടതും, മോളെ നീ അനാഥയല്ല, നിനക്ക് ഇനി മുതൽ പപ്പയുമുണ്ട് മമ്മിയുമുണ്ടെന്ന് നമ്മുടെ എൽസമ്മ നല്ല മനസ്സുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം എൽസമ്മയുടെ പല കഥകളും പല കാര്യങ്ങളും അലീനയും സ്റ്റാൻലിയും റീത്തയുടെ കളികളൊക്കെ പറയുകയാണെന്നും കാണാം.